അക്ഷരലോകത്ത് അറിവ് പകർന്ന് ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ 18 വർഷം പിന്നിടുന്നു. LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്നീ ക്ലാസുകളോടെ തുടങ്ങിയ സ്കൂളിൽ ഇതിനകം 7ാം സ്റ്റാൻഡ് വരെയുള്ള ക്ലാസുകളുണ്ട്. യൂണിറ്റി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലാണ് വിദ്യാലയം പ്രവർത്തിക്കുന്നത്. ചെയർമാൻ അബ്ദുൾ സത്താറിന്റെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനമാണ് നടന്നുവരുന്നത്. പഠനത്തിനു പുറമെ യോഗ, കരാട്ടെ, ഡാൻസ്, പാട്ട് എന്നിവയും ഈ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, സ്മാർട്ട് ക്ലാസ് എന്നീ സൗകര്യങ്ങൾ വിദ്യാലയത്തിൽ ലഭ്യമാണ്. എല്ലാ പ്രദേശങ്ങളിൽ നിന്നും വാഹന സൗകര്യം സ്കൂളിലേക്കായി ഒരുക്കിയിട്ടുണ്ട്. യോഗ്യത നേടിയവരും പരിചയസമ്പന്നരുമായ അധ്യാപകരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നത് പ്രത്യേകതയാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും കൗൺസിലിംഗ് ക്ലാസുകളും വിദ്യാലയത്തിൽ നടത്തിവരുന്നു. ഒലിവ് ഇന്റർനാഷണൽ അൽബീർ എന്ന വിദ്യാലയം കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചു. ഇസ്ലാമിക മതപഠനത്തിന് മുൻതൂക്കം നൽകിയുള്ള സ്കൂളാണിത്. അക്ഷരലോകത്ത് തല ഉയർത്തി നിൽക്കുന്ന സ്കൂൾ കൂടിയാണ് ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യപ്രകാശ്. വ്യാപാരം, തൊഴിൽ, ആൾമാറാട്ടം, സൈബർ തട്ടിപ്പുകളിലെ വൈവിധ്യങ്ങളെ കരുതിയിരിക്കുക തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ. സൈബർ തട്ടിപ്പിൽ ഇരയാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്നും പുതിയ തരം തട്ടിപ്പുകളെക്കുറിച്ചും അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും ബോധവാന്മാരാകേണ്ടത് അത്യാവശ്യമാണെന്നും കമ്മീഷണർ ഓഫീസ് ചേംബറിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ IPS പറഞ്ഞു. 190ഓളം സൈബർ തട്ടിപ്പ് കേസുകളാണ് ഈ വർഷത്തിൽ ഇതുവരെയായി തൃശൂർ സിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ 64ഉം സിറ്റിയിലെ മറ്റു പോലീസ് സ്റ്റേഷനുകളിലായി 126 കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തത്. വ്യാജ ലിങ്കുകൾ അയച്ച് തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്ന ലിങ്ക് ഫ്രോഡ് രീതിയിലാണ് ഏറ്റവും കൂടുതൽ പേർ ഇരയായിട്ടുള്ളത്. ഷെയർ പോലുള്ള വ്യാപാര സാധ്യതകളിൽ ഇരയാകുന്ന ട്രേഡ് ഫ്രോഡ്, OTP ഷെയർ ചെയ്ത് പണം നഷ്ടപ്പെടുന്ന OTP ഫ്രോഡ് എന്നീ രീതികളിലും പണം നഷ്ടപ്പെടുന്നവരാണ് പിന്നീടുള്ളത്. ജോബ് ഫ്രോഡ്, അന്വേഷണ വിഭാഗത്തിലെ ഓഫീസർ ചമഞ്ഞ് വ്യാജ ഫോൺ വീഡിയോ കോളിലൂടെ കബളിപ്പിക്കുന്ന ഇംപേഴ്സണേഷൻ, ഷോപ്പിംഗ് ഫ്രോഡ് എന്നിവയിലൂടെയും പണം നഷ്ടപ്പെടുന്ന പരാതികൾ വരുന്നുണ്ട്. ആൾമാറാട്ട കോളുകളിലൂടെയുള്ള രീതികൾ ഏറെ കരുതിയിരിക്കേണ്ടതാണ്. സമ്മാനങ്ങൾ, ലോട്ടറി എന്നിവയിൽ ആകർഷിപ്പിക്കുന്ന ഗിഫ്റ്റ് ഫ്രോഡ്, ഫേക്ക് അക്കൗണ്ട് ഫ്രോഡ്, ഗൂഗിൾ പേ ഫ്രോഡ്, ലോൺ ആപ്പ് ഫ്രോഡ് എന്നീ രീതികളിലും പണം നഷ്ടപ്പെടുന്നുണ്ട്. 2 കോടിയിലധികം തുക നഷ്ടപ്പെട്ട കേസ് ഉൾപ്പെടെ ആകെ 15 കോടി തുകയാണ് സൈബർ തട്ടിപ്പ് കേസുകളിൽ തൃശൂർ സിറ്റിയിൽ മാത്രം ഈ വർഷത്തിൽ ഇന്നേ വരെയുള്ള കണക്കുകൾ കാണിക്കുന്നത്. അതിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ മാത്രം 14 കോടിയും മറ്റു പോലീസ് സ്റ്റേഷനുകളിൽ 2 കോടി തുകയും ഉൾപ്പെടുന്നു. 1930 എന്ന നമ്പറിൽ കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്തവരുടെ കേസുകളിൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് പണം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു കേസിലെ 9.5 ലക്ഷം രൂപ തിരിച്ചെടുക്കുവാനും സാധിച്ചു. വീടുകൾ കുത്തിത്തുറന്നുള്ള മോഷണങ്ങളിൽ നഷ്ടപ്പെടുന്ന തുകയേക്കാൾ 15 ഇരട്ടിയിലധികം തുകയാണ് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടപ്പെടുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയകരമാണ്. ഇതുവരെയുള്ള കണക്കുകളിൽ 1,38 ലക്ഷത്തിലധികം തുക ഹൗസ് ബ്രേക്കിംഗിൽ നഷ്ടപ്പെട്ടപ്പോൾ സൈബർ തട്ടിപ്പുകളിൽ നഷ്ടമായത് 15 കോടിയിലധികമാണ്. ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും ആകർഷകരമായ നിരവധി ബോധവൽക്കരണങ്ങളുമായി പോലീസ് സൈബർ സുരക്ഷാ നിർദ്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിലും സൈബർ കുറ്റകൃത്യങ്ങളെയും അവരുടെ പുതിയ രീതികളെയും ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേരള പോലീസ്, മറ്റു ജില്ലാ പോലീസ് എന്നിവരുടെ സാമൂഹ്യ മാധ്യമ പോർട്ടലുകളിലൂടെയുള്ള സൈബർ സുരക്ഷാ നിർദ്ദേശങ്ങൾ പിന്തുടരുന്നത് പുതിയ തട്ടിപ്പുകളെക്കുറിച്ച് മനസ്സിലാക്കുവാനും അതിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങളെ മനസ്സിലാക്കുവാനും സാധിക്കും. കഴിവതും സ്വകാര്യ സാമ്പത്തിക വിവരങ്ങൾ, OTP എന്നിവ ഷെയർ ചെയ്യാതിരിക്കുക. സൈബർ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ ഉടൻ തന്നെ 1930 എന്ന നമ്പറിൽ വിളിക്കുക. ഇത്തരം സന്ദർഭങ്ങളിൽ എമർജൻസി നമ്പറായ 112 വിളിച്ചും പോലീസിന്റെ സഹായം തേടാവുന്നതാണ് എന്നും ജനങ്ങൾ സൈബർ തട്ടിപ്പുകളെ വളരെ കരുതിയിരിക്കണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ IPS അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Facebook ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.